ഓക്കെ, രാവിലെ ഈ സിനിമ കണ്ടിട്ടും ഇത്ര ലേറ്റായിട്ട് ഞാൻ റിവ്യൂ ഇടാൻ കാരണം ഈ സിനിമയുടെ എല്ലാ റിവ്യൂസും ഭയങ്കര നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം പോസിറ്റീവ് പറഞ്ഞാൽ എല്ലാവരും എന്നെ കിളത്തി വിടാൻ ചാൻസ് ഉണ്ട്. എന്നും പറഞ്ഞ് എൻ്റെ ഒപ്പീനിയൻ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ ആദ്യത്തെ മാർവൽ സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക 4 ദ ബ്രേവ് ന്യൂ വേൾഡ് ആണ്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ സീരീസിന് ശേഷം വരുന്ന ഇവന്റ്സ് ആണ് ഈ സിനിമയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഡിസ്നി പ്ലസിന്റെ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ, ഇറ്റേണൽസ് സിനിമ, പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ MCUയിലെ തന്നെ ആദ്യത്തെ സിനിമകളിൽ ഒന്നെന്ന് പറയാവുന്ന ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. സത്യത്തിൽ ഈ സിനിമ ഇൻക്രെഡിബിൾ ഹൾക്കിന്റെ ഒരു സ്പിൻ ഓഫ് ആണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഹൾക്ക് വരുന്നില്ല എന്ന് മാത്രം. ഇനി ഇതിന്റെ കഥയിലേക്ക് വന്നാൽ, ജനറൽ തഡയൂസ് റോസ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഇവന്റ്സ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്ക എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് സെലസ്റ്റിയൽ ബീയിങ് ആയ ടിയാമോട്ടിൽ എക്സ്പെരിമെന്റ് നടത്തി അതിനുള്ള മിനറൽസിന്മേൽ അമേരിക്കയുടെ അവകാശം സ്ഥാപിക്കുക എന്നത്. വൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ച് പ്രസിഡന്റ് റോസിന് നേരെ ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്കയായ ഇസയ ബ്രാഡ്ലി ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിക്ക് പുറകിൽ ആരാണെന്നും അതിൽ ട്രാപ്ഡായ ക്യാപ്റ്റൻ അമേരിക്കയും മറ്റുള്ളവരും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട്. അതുകൂടാതെ മറ്റു ചില സബ് പ്ലോട്ടുകളുമുണ്ട്. ഭയങ്കരമായിട്ട് റിവ്യൂ ബോംബിങ് നടത്തിയൊരു സിനിമയായിരുന്നു ഇത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പം ക്രിസ് വാൻസിന് പകരം ആഫ്രിക്കൻ അമേരിക്കൻ ആക്ടറായ ആന്റണി മാക്കി ക്യാപ്റ്റൻ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ ചില മാർവൽ സിനിമകൾ മോശമായതുകൊണ്ട് ഇതും അത്തരത്തിലൊരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുൻധാരണ കൊണ്ടാവാം. ഓക്കെ, ഞാൻ സ്ട്രൈറ്റ് ടു ദ പോയിന്റിലേക്ക് വരാം. ഈ വരുന്ന ട്രോളുകളുടെയും അല്ലെങ്കിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഒന്നും അടുത്തുപോലും വരുന്നൊരു സിനിമയല്ലത്. ഞാൻ പേഴ്സണലി ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു ഫിലിമായിരുന്നു ഇത്. എന്ന് വെച്ചാൽ അതൊരു പെർഫെക്റ്റ് സിനിമയല്ല, ഒരുപാട് മിസ്റ്റേക്സും ഫ്ലോസും ഒക്കെ ഉണ്ട്. അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. ഏറ്റവും ചെറിയ ക്യാപ്റ്റൻ അമേരിക്ക സിനിമയും ഇതാണ്. ഏകദേശം 1.25 മണിക്കൂർ എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ 3-4 പ്ലോട്ട് ഒരേ സമയം ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ എഡിറ്റിങ്ങും ആ ഒരു നറേഷനും. അതുകൊണ്ട് തന്നെ വിന്റർ സോൾജർ പോലെ നല്ലൊരു അറ്റൻഷൻ വേണ്ട ഒരു സിനിമയാണത്. സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സപ്ലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അമേരിക്കയ്ക്ക് മാത്രമാണ് ചില കാര്യങ്ങളിൽ മോണോപ്പൊളി ഉള്ളത് എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും ഇതിൽ റോളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച നടന്നൊരു വലിയൊരു പൊളിറ്റിക്കൽ സംഭവമായിട്ട് ഇവിടെയുള്ള പ്ലോട്ടിന് സിമിലാരിറ്റി ഉണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. പ്ലോട്ടും എൻഡിങ്ങും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ആന്റണി മാക്കിയുടെ പെർഫോമൻസ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. 100% ഇതിനകത്ത് പുള്ളി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ക്രിസ് വാൻസ് ക്യാപ്റ്റൻ അമേരിക്ക ആയിരുന്നപ്പോൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഈ റോളിനെ അപ്രോച്ച് ചെയ്തത്, അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഇവിടെ ആന്റണി മാക്കിയും ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇനി തണ്ടർബോൾട്ട് റോസ് ആയിട്ട് വരുന്ന ഹാരിസൺ ഫോർഡിന്റെ കാര്യം പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത റോളാണെന്ന് തോന്നുന്നത്. എസ്പെഷ്യലി റെഡ് ഹൾക്കായിട്ട് പുള്ളിയുടെ പെർഫോമൻസ് അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുവെങ്കിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. റെഡ് ഹൾക്കായിട്ടല്ലാതെ ഒരു മുഴുനീള റോള് തന്നെയാണ് ഈ ഫിലിമിൽ പുള്ളിക്ക്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിരുന്നു ഇതിനകത്ത് വരുന്ന ഏരിയൽ ആക്ഷൻ സീൻസ്. വലിയ ക്യാൻവാസിൽ വരുന്ന വലിയ ആക്ഷൻ സെറ്റ് പീസുകൾ, എസ്പെഷ്യലി ഇന്ത്യൻ ഓഷനിലുള്ള ആക്ഷൻ സീൻസും പിന്നെ റെഡ് ഹൾക്കുമായിട്ടുള്ള ആക്ഷൻ സീൻസൊക്കെ IMAX റേഷ്യോയിലായിരുന്നു. ബാക്കിയുള്ള സീൻസൊക്കെ നോർമൽ റേഷ്യോയിലും. ആ സീൻസ് എല്ലാം വളരെ ഗ്രാൻഡ് സ്കെയിലിൽ ഫീൽ ചെയ്യുന്ന തരത്തിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. അത് വലിയ നെഗറ്റീവ്സ് തന്നെയാണ്. മുൻപത്തെ ഒരു മാർവൽ സിനിമയിൽ വന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത്. അയാളുടെ മോട്ടീവ് നല്ലതാണ്, പക്ഷേ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈസി ആയിട്ട് പുള്ളിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതൊരു നെഗറ്റീവ് തന്നെയാണ് ഇവിടെ. എസ്പെഷ്യലി മൈൻഡ് കൺട്രോൾ പോലത്തെ ഐഡിയ ഒക്കെ ഇവിടെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് ബോറായതുപോലെ തോന്നി. ജിയൻ കാർലോ എസ്പോസിറ്റോ സ്ക്രീനിൽ വന്നപ്പോഴൊക്കെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ ഇവിടെ സ്ക്രീൻ ടൈം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടിയില്ല എന്നെനിക്ക് തോന്നി. ആക്ഷൻ സീൻസ്, എസ്പെഷ്യലി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ കുറച്ചുകൂടെ നന്നാക്കാമെന്ന് തോന്നി. കാരണം ഈ 10 വർഷം മുമ്പ് ഇറങ്ങിയ വിന്റർ സോൾജറിലെ ആക്ഷൻ സീനൊക്കെ ഇപ്പോൾ കണ്ടാൽ പോലും ഒരു വൗ ഫാക്ടർ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ത്രിൽ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇടപെടേണ്ട ചില ക്യാരക്ടേഴ്സ് എന്തുകൊണ്ട് വന്നില്ല എന്നതൊരു നെഗറ്റീവ് തന്നെയാണ് സ്ക്രിപ്റ്റിൽ. എസ്പെഷ്യലി നിക് ഫ്യൂറിയുടെ ക്യാരക്ടറൊക്കെ ഇതിൽ എത്തേണ്ടതാണ്. സോ ഓവറാൾ പറഞ്ഞാൽ ഒരു എബോ ആവറേജ് മാർവൽ സിനിമ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക 4 ദ ബ്രേവ് ന്യൂ വേൾഡ്. ഇപ്പോൾ മാർവൽസ് പോലെയോ അല്ലെങ്കിൽ ക്വാണ്ടമേനിയോ പോലെയൊന്നും ലേസി ആയിട്ടൊരു അപ്രോച്ച് അല്ല ഈ സിനിമയിൽ. ആവശ്യത്തിന് എഫേർട്ട് ഇട്ട ഒരു സിനിമ തന്നെയാണത്. ഇത്രയുമല്ല, ഒരു പൊളിറ്റിക്കൽ സ്പൈ ഫിലിം എന്ന രീതിയിലും ഈ സിനിമ ഒരു പരിധിവരെ സക്സസ് ആകുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു തവണയെങ്കിലും ഇത് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.